ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, കുറെ നാളുകൾക്ക് മുന്നേ നമ്മളൊരു Q&A വീഡിയോ ചെയ്യാന്നിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. കുറച്ച് ആളുകൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറച്ച് തിരക്കുകൾ കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് അധികം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ എന്റെ യൂട്യൂബ് ജേർണി, എന്റെ ലൈഫ് സ്റ്റോറി, പിന്നെ അതേപോലെ തന്നെ എന്റെ ഡ്രോയിങ്ങിന്റെ ജേർണി, അങ്ങനെ ജേർണികളൊക്കെയാണ് ചോദിച്ചത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വാ തുറന്ന കലവില പറഞ്ഞുകൊണ്ടിരിക്കും കുറേ സമയം വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും ജേർണികളൊക്കെ ഞാൻ ഒറ്റ വീഡിയോയിൽ Q&A പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ പിന്നെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു യൂട്യൂബ് ജേർണിയാണ്. ഈ തല തൊട്ട് ഇതുവരെയുള്ള ഒരു ജേർണി ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിടാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മഴ പെയ്യുന്നൊരു ലക്ഷണമുണ്ട്. എനിക്കാണെങ്കിൽ മഴക്കാലമായപ്പോ തണുപ്പൊക്കെ ആയപ്പോ പിന്നെ അതുപോലെ ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോ ഒരു ജേർണി പറയാൻ മാത്രമുള്ള വലിയ ഗ്രോത്ത് ഒക്കെ ചാനലിൽ ഉണ്ടോന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ഗ്രോത്തേ ഉള്ളൂ. വലിയ ഗ്രോത്ത് ഒന്നും എന്റെ ചാനലിലില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി പണ്ടത്തേക്കാളും ഇപ്പൊ അത്യാവശ്യം നല്ല ഗ്രോത്തും കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതേപോലെ എഫേർട്ട് ഇടുന്നതും കൊണ്ട് എനിക്കിത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. 43,000 ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഗ്രൗണ്ടിൽ കല്യാണത്തിന് 2,000 ആൾക്കാർ കൂടിയാൽ തന്നെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ 44,000 ആൾക്കാർ എന്ന് പറഞ്ഞാൽ വെറുതെ എത്രങ്ങാനും മനുഷ്യന്മാരായി. അപ്പൊ വലിയ അച്ചീവ്മെന്റ് ഗൈസ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബ് തുടങ്ങാനായിട്ട് ഇങ്ങനെ ഒരു ഗദ്ഗതത്തോടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ജേർണി ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ അങ്ങോട്ട് ആവട്ടെ അല്ലേ. അത് നമുക്ക് തുടങ്ങിയല്ലേ. അപ്പോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഡിഗ്രിയിൽ ലാസ്റ്റ് ഇയറിൽ ലാസ്റ്റ് സമയത്തായിരുന്നു. അതായത് ലാസ്റ്റ് ഒരു അവസാനത്തെ ഒരു 2-3 മാസത്തിന്റെ ആ ഒരു സമയത്താണ് ചാനൽ തുടങ്ങാനുള്ള ബോധം എനിക്ക് വരുന്നത്. അതായത് UG കേട്ടോ. അപ്പൊ എനിക്കിപ്പോ അതിൽ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് കുറച്ചുകൂടി മുന്നേ ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ കോളേജല്ലേ ഇഷ്ടംപോലെ കണ്ടന്റ് അവിടെ തന്നെ കിട്ടിയേനെ. പക്ഷെ എന്തോ എല്ലാത്തിനും ഒരു സമയമല്ല ദാസ. എന്റെ സമയം വന്നത് ആ ഒരു സമയത്തായിരുന്നു. എനിക്ക് അപ്പോഴാണ് ആ ബോധോദയം വന്നത്. അതും എല്ലാരും ചോദിച്ച പോലെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്, അതുപോലെ ഇതുപോലെ കുറെ സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എനിക്കൊരു കൗതുകം ഒരു യൂട്യൂബ് ചാനലും തുടങ്ങാനും വീഡിയോസ് എടുക്കാനും ഒക്കെ. അപ്പൊ ആ ഒരു കൗതുകത്തിന്റെ പുറത്തും ഒറ്റ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴുള്ള ഒറ്റ മൈൻഡിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അല്ലാതെ കുറേ ദിവസം ആലോചിച്ച് വെച്ചൊരു കാര്യമൊന്നും ഇരുന്നില്ല. അത് നിങ്ങൾ ആലോചിക്കണം. നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോൺ എന്റെ കയ്യിലില്ല. എന്റെ അന്നത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊറോണയൊക്കെ ആയി ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കോളേജിൽ പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഉപ്പ വാങ്ങി തന്നിരുന്ന ഒരു ഫോൺ ഉണ്ട്, ഓപ്പോന്റെ ഒരു ചെറിയൊരു ഫോണ്. അതിൽ അത്ര വലിയ ക്യാമറ ക്വാളിറ്റി ഇല്ല. അങ്ങനെ ഒരു ഫോണ് എഡിറ്റ് ചെയ്യേണ്ട ആപ്പിന്റെ പേര് പോലും അറിയാത്തൊരു കാലമാണ് അത്. വീഡിയോ അന്നേ വരെ എടുത്ത് എനിക്ക് ശീലം പോലും ഇല്ല. സ്നാപ്പിൽ ഇങ്ങനെയൊക്കെ കട്ടി കുറച്ച് വീഡിയോസ് എടുക്കുന്നല്ലാതെ എനിക്ക് ഇതുപോലെ ഇരുന്ന് വീഡിയോ എടുത്തുള്ള ശീലമൊന്നുമില്ല. പിന്നെ ഒന്നും അറിയില്ല യൂട്യൂബിനെ പറ്റിയിട്ട്. യൂട്യൂബ് എങ്ങനെ തുടങ്ങണമെന്നോ എങ്ങനെ ആക്കണമെന്നോ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ എണീച്ചിരുന്നിട്ട് ഇന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് ഞാൻ ആലോചിക്കണത്. പക്ഷെ എനിക്കൊരു പോസിറ്റീവ് വശമുണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് വല്ലാണ്ടൊരു സാധനം അങ്ങനെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഞാനത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കൂല. അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മേ ബി എങ്ങാനും സക്സസ് ആയാലോ. ട്രൈ ചെയ്തില്ല എന്നുള്ളൊരു റിഗ്രറ്റ് ഒരിക്കലും വരരുത് എന്ന് വെച്ചിട്ട് എന്ത് കാര്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മാക്സിമം ട്രൈ ചെയ്യും. എന്നിട്ടും സെറ്റ് ആവില്ല എന്ന് കണ്ടാലേ ഞാനത് വിടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സുപ്രഭാതത്തില് ഇഷ്ടം കൊണ്ടുള്ള ഒറ്റ മൈൻഡ് കൊണ്ടാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞാനിങ്ങനെ ഇരുന്ന് എന്റെ പ്രൊഫൈലും ബയോയും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിന്റെ ഇതൊക്കെ ഒന്ന് റെഡി ആക്കണല്ലോ, ഒരു സെറ്റപ്പ് ഒക്കെ ഒന്ന് റെഡി ആക്കണല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഏകദേശം സെറ്റ് ആക്കി എല്ലാം ഓക്കെ ആക്കി അങ്ങനെ ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴാണ് ആ നഗ്നമായ സത്യം എനിക്ക് മനസ്സിലാവണത്. എനിക്ക് ക്യാമറക്ക് മുന്നിൽ വന്നിരുന്ന് പറയാൻ ഒരു ഷൈനസ് എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ആലോചിക്കണം, ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇത് ചെയ്തിട്ട് എന്റെ ഫ്രണ്ട്സും കുടുംബക്കാരൊക്കെ കാണുമ്പോൾ ഇവര് എന്നെ കളിയാക്കൂ, ഇവരെന്ത് വിചാരിക്കും, ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നേ. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ ആദ്യം നമുക്ക് നൗറാനെ വെച്ച് കുറച്ച് വീഡിയോ എടുക്കാം. ഓളന്ന് ചെറിയ കുട്ടിയാണ്, എന്റെ അനിയത്തിയാണ് ഓള്. അപ്പൊ ഓക്ക് വലിയ ബുദ്ധി വിവരമൊന്നും ഉറക്കാത്ത പ്രായം ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോട്ടർ ആക്കിയിട്ട് ഓളെ വെച്ചിട്ട് സാമ്പിൾ വീഡിയോസ് ഇറക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോ തോന്നി സ്കിറ്റ് എടുക്കാം. ഞാൻ സ്കിറ്റ് ഒക്കെ എഴുതാം, എന്നിട്ട് ഓളെ വെച്ചിട്ട് വീഡിയോ എടുക്കാം. ആ സ്കിറ്റിൽ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഓളെ തന്നെ വെച്ച് ചെയ്യിക്കുന്നത്. ഉമ്മാന്റെ റോളും ഉപ്പാന്റെ റോളും ഒക്കെ വേഷങ്ങൾ മാറ്റിയിട്ട് മൾട്ടിപ്പിൾ ക്യാരക്ടറായിട്ട് ഓളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ച്. അങ്ങനെയാണ് എന്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ഒരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത് അതെടുത്തിട്ട് ഞാൻ എന്റെ അറിയാവുന്ന കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഒരു 10-30 ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, കുറെ ആൾക്കാർ കളിയാക്കി ചിരിച്ചത് ഇപ്പൊ എത്ര ദിവസത്തിന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു,
2-3-4 സ്കിറ്റ് വീഡിയോസ് ഒക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്ത് അതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, രാവും പകലൊക്കെ ഇരുന്ന് ഈ യൂട്യൂബിൽ തന്നെ യൂട്യൂബിനെ പറ്റി പറയുന്ന കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവല്ലോ, അങ്ങനെ യൂട്യൂബിനെ പറ്റിയിട്ടും എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാനിങ്ങനെ കുത്തിയിരുന്ന് പഠിച്ച് ഏകദേശം ഒക്കെ ഒന്ന് ഒരു ബിഗിനർ ആയ നിലയിൽ വീഡിയോസ് ഒക്കെ ഒന്ന് സെറ്റായിട്ട് ഇതാക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് അതിനെ നൗറാനും വെച്ച് കുറച്ച് ദിവസം ഞാൻ കുറച്ച് സ്കിറ്റുകൾ എടുത്ത് ഞാൻ അങ്ങനെ ഇട്ടു. അതായിരുന്നു നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസ്. ഓളിനി കുട്ടിയായിട്ടാണോ ഇനി യൂട്യൂബിനോളം കാട്ടിക്കൂട്ടൽ പറ്റായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. യൂട്യൂബിനാണ്ട് ഇഷ്ടപ്പെട്ടില്ല. കിഡ്സ് മോഡ് കൊണ്ടുപോയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ കമന്റ് ബോക്സ് ഓഫ് ആവുക, വ്യൂസ് ഒട്ടും കേറുന്നില്ല. ഇത് കിട്ടുന്നില്ല എന്നാൽ എന്റെ പൊന്നു മക്കളെ 10 വ്യൂ പോലും കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു സ്കിറ്റ് അവിടെ നിർത്താം, എനിക്ക് വയ്യ. ഇനി കുട്ടിയായിട്ടിരിക്കും, കിഡ്സ് മോഡ് പോണോണ്ടിരിക്കും, അത് സെറ്റായി വരുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ സ്കിറ്റ് എന്ത് ചെയ്തു അവിടെ നിർത്തി. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് അറിയാവുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് ആണ്. ക്രാഫ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്റെ ഫേസ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രാഫ്റ്റിൽ ഇങ്ങനെ എനിക്കറിയാവുന്ന നുള്ളി നുറുമ്പി കുറച്ച് കാര്യങ്ങളും, പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത്, മാല ഉണ്ടാക്കുന്നത്, പിന്നെ എന്തെങ്കിലും ചെറിയ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് 2-3-4 വീഡിയോസ് അങ്ങനെ ഇട്ട് നോക്കി. അങ്ങനെ ഞാൻ ഷോർട്സിൽ ഒരു ദിവസം ക്രാഫ്റ്റിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോ 1K വ്യൂസ് ആയിട്ട് അടിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ അപ്പുറത്തൊരു K കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എന്നിട്ട് ഇത് നടന്നു കൊണ്ടേ കാണിച്ചു കൊടുക്കുന്നു. ഉപ്പ 1K അടിച്ചു, ഉപ്പ 1K അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു 10-30 സബ്സ്ക്രൈബേഴ്സ് 10 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി അങ്ങനെ 40-50 ഒക്കെ ആയി. ക്രാഫ്റ്റ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ മ്യൂസിക് വെച്ചിട്ടാണ് കൊടുക്കുക, വോയിസ് ഓവർ പോലും ഞാൻ കൊടുക്കലില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പതുക്കെ വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് പിന്നെ പതുക്കെ ആ ഒരു ഷൈനസ് ഒക്കെ വരുമ്പോൾ വല്ല ക്യാമറയിൽ ഫേസ് ഇങ്ങനെ ഇച്ചിരി കാണിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഉപ്പ എന്നെ വിളിച്ചിട്ട് അറിഞ്ഞ് ഫേസ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ ഇടല്ലേ, അപ്പൊ കുറച്ചൊക്കെ നീ ശ്രദ്ധിക്കണം, കാരണം അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെയാണ് ഇറങ്ങി പോണത്. സക്സസ് ആവുമൊന്നും ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് പറയണത് കേട്ടോ. പിന്നെ എങ്ങാനും സക്സസ് ആയാല് ആളുകൾ അറിയപ്പെടുന്നതല്ലേ, അപ്പൊ അവര് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറയും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇങ്ങനെ വിളിച്ചിരുത്തി ചോദിച്ച് അതിനെല്ലാം തയ്യാറെടുത്തിട്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ ഫേസ് കാണിച്ച് വീഡിയോ ഇടാനൊക്കെ തുടങ്ങിയത്. ഫേസ് കാണിച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ ആൾക്കാരെന്തായി, സ്വാഭാവികമായിട്ട് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയിലൊക്കെ ചെല്ലുമ്പോ കുറച്ച് കളിയാക്കും. എന്നുവെച്ചാൽ അവര് തമാശക്ക് പറയുന്നതാണ്, ഇതൊക്കെ എത്ര ദിവസത്തിന് ഉണ്ടാകും, എന്തൊക്കെയാണ്. ചിലവരൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു, ഞാൻ അവളെ വീഡിയോസ് ഒന്നും കാണലില്ല, എനിക്ക് ഇഷ്ടമൊന്നുമില്ല ഓളാ ചോറുണ്ടാക്കണ വീഡിയോ, ചായ ഉണ്ടാക്കണ വീഡിയോ, ചോറുണ്ടാക്കണോ ചായ ഉണ്ടാക്കണതാണ് ആ വീഡിയോയിൽ എന്നുള്ളപ്പോ പോലെ കണ്ടിരുന്നു. എന്ത് കണ്ടിട്ട് പറയാണ്, ഞാൻ ഒന്നും കാണലൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സംഭവം ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണെങ്കിലും എന്റെ ഇൻസ്റ്റയിൽ എനിക്ക് നല്ല വിഷമമായി ഗൈസ്. കാരണം അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഭയങ്കര സങ്കടമായി. പക്ഷെ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായിരുന്നു ഉമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഉമ്മ അങ്ങനെ വന്നിട്ട് എന്താ പറയാ എന്നോട് പറയും, എനിക്ക് ഭയങ്കര മടിയാണ് പുറത്ത് പോയിട്ട് ആരുടെയും പോയിട്ട് എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയണേട്ടെ. പക്ഷെ ഉമ്മ ഇങ്ങനെ പറയാ, അവക്കേ 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവളെ വീഡിയോയെ 50 ആൾക്കാർ കാണുന്നുണ്ട്, ചില്ലറ കാര്യമായിട്ടാണോ അങ്ങനെ പറയുമ്പോ എനിക്കും ഉണ്ടെന്ന് അറിയാതൊരു മോട്ടിവേഷൻ എങ്ങനെ കയറിയിരുന്നു. ശരിയാണല്ലോ, 50 ആൾക്കാർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് റൂമിലുള്ള അത്രയും ആൾക്കാർ ഓല മുന്നിൽ നമ്മളൊരു പാട്ടൊക്കെ പാടിയിട്ട് 50 ആൾക്കാർ കൈയടിക്കണൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു സാധനം ഇങ്ങനെ കയറിയിട്ടില്ലേ. അതുപോലെ തന്നെ അല്ലേ 50 സബ്സ്ക്രൈബേഴ്സ് തന്നെ ചില്ലറ കാര്യമാണോ എന്നൊക്കെ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ ഇന്നത്തന്നെ എന്ത് ചെയ്യാണ് പറഞ്ഞ് സംഭവമാണ് ഇത് ആവും എന്നുള്ളത് ഇന്നത്തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും വ്യൂസ് അപ്പോഴും ഈ ഒരു 1K അങ്ങനത്തെ ആ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. 1K പോലും ഉണ്ടായിരുന്നില്ല, ഒരു 300-400 ആ ഒരു റേഞ്ചിൽ തന്നെ അങ്ങനെ പോവാണ്. സബ്സ്ക്രൈബേഴ്സും വല്ലാണ്ട് കേറണമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമായിരിക്കുമല്ലോ, ഇത് മോണിറ്റൈസ് ആവണമെങ്കിൽ കൂടി എന്തോരോ റൂൾസ് ആണ്, അതൊന്നും ഇന്നെ കൊണ്ടാവും എനിക്ക് തോന്നണില്ല. എപ്പോൾ ആവാണ് എന്റെ വീഡിയോ ഒക്കെ 10 മില്യൺ, നമ്മളെ ഷോർട്സിന് 10 മില്യൺ വ്യൂസ് അല്ലെങ്കിൽ 4000 വാച്ച് അവർ ആവണം, അത് 3 മാസത്തിന്റെ ഉള്ളില്, എന്നാലേ ചാനൽ മോണിറ്റൈസ് ആവും. ഇന്നെ കൊണ്ട് ഇത് നടക്കൂയി 10-20 വ്യൂ കിട്ടണേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, അതൊക്കെ പറ്റണോൽക്കേ പറ്റുള്ളൂ, നിർത്താ. വെറുതെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ മോട്ടർ ആവേണ്ട ആവശ്യമില്ലല്ലോ. പോരാതെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാനില്ലാത്ത ദിവസവും നമ്മളെ ക്ലാസ് റൂമിൽ സിസ്റ്റം ഉണ്ടാവുമല്ലോ, വലിയ സിസ്റ്റം പഠിക്കാനുള്ള, അതിലൊരു ടീച്ചർ ഇല്ലാത്ത സമയത്ത് എന്റെ വീഡിയോ ഇടുക, എന്നിട്ട് ഇവരെല്ലാവരും ഇരുന്ന് ചിരിക്കുക, എന്നിട്ട് ആ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക. സംഭവം ഒരു ഫണ്ണായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇന്നർ സൈഡിൽ നല്ല വിഷമങ്ങൾ വരാറുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ടാന്ന് മൈൻഡ് ആക്കില്ല. അപ്പൊ ഞാൻ നിർത്താം, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. എന്നാലും എനിക്ക് ഉണ്ടായിരുന്നു വലിയ കാര്യത്തിൽ തുടങ്ങി എല്ലാവർക്കും ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്ത് നിർത്തിയ ആൾക്കാർ എന്ത് പറയുന്നൊക്കെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുഴപ്പമില്ല, നിർത്താം, വെറുതെ ആവശ്യമില്ലാതെ പിന്നാലെ പോയിട്ട് കാര്യമില്ലാന്ന് അങ്ങനെ വിചാരിച്ച് നാളെ രാവിലെ എണീച്ച് ചാനലിലെ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യണം, ചാനൽ പഴയതുപോലെ തന്നെ ആക്കണം എന്നൊക്കെ വിചാരിച്ച് കിടന്നതാണ്. പിറ്റേ ദിവസം ഞാൻ എണീച്ചപ്പോ
തലേന്നല്ല 2 ദിവസം മുന്നേ ഞാൻ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ചിട്ട് ഉച്ചയൂണ് ഉണ്ടാക്കാൻ എന്നിട്ട് വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ എന്റെ 1 മില്യൺ വ്യൂസ് അടിച്ച്. 1 മില്യൺ വ്യൂസും 10-20 ലൈക്കും 100 കമന്റും വലിയ കാര്യമല്ല അതൊന്നും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. എനിക്ക് ആദ്യമായിട്ടാണല്ലോ ഇത് ഇത്ര ഇങ്ങനെ കിട്ടുന്നത്. ഒരു 10,500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആ ഒരൊറ്റ വീഡിയോയിൽ അങ്ങോട്ട് കയറിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ 1 മില്യൺ അടിക്കണത്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറുന്നത്. 1K സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ. നമ്മളെ മോണിറ്റൈസേഷന്റെ ആദ്യ പടി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര റങ്കായി. ഞാൻ വിചാരിച്ചു ഇനി എന്തിനാ ഞാൻ നിർത്തണം, ഇനി നിർത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം 1K സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി ഇതുപോലെ ചിലപ്പോൾ മുന്നോട്ടുണ്ട് പോയിരിക്കും, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഞാൻ നിർത്തണില്ല. ഞാനത് മുന്നോട്ടെന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് നമ്മൾ ചാനൽ നിർത്താതെ പിന്നെ സാധാ പോലെ തന്നെ ഞാനിങ്ങനെ ഓരോരോ വീഡിയോസ് ഒക്കെ ഇട്ടു തുടങ്ങി. അതിന്റെ ഇടയിൽ വീഡിയോ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണം എന്നൊന്നും എനിക്കറിയില്ല. ഏത് സമയത്ത് ഇടണം എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ഞാൻ എപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വേണം അപ്പൊ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ എനിക്ക് പ്രത്യേക ഒരു സമയമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് പഠിച്ച് ചാനലിൽ എങ്ങനെ വീഡിയോ ഇടണം, എങ്ങനെ വീഡിയോ എടുക്കണം. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ തന്നെ 6 മാസം ഗ്യാപ്പ് ഒക്കെ എടുത്തിരുന്നു. പിന്നെ അങ്ങനെ എപ്പോഴും വീഡിയോ ഇടണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാനൊന്ന് സെറ്റായി. നമ്മുടെ ചാനൽ ഒന്ന് റെഡിയായി കോൺഫിഡന്റോട് കൂടി തുടങ്ങാൻ തന്നെ ഏകദേശം 1 വർഷം സമയം എടുത്തു. അപ്പൊ ഞാൻ PG-യിലെത്തി. അങ്ങനെ PG-യിലെത്തി. എപ്പോഴത്തെ പോലെ ഉമ്മ നല്ല കട്ടക്ക് സപ്പോർട്ട് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ PG-യിൽ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സ് പറയാതിരിക്കാൻ പറ്റൂല, അവര് നല്ല സപ്പോർട്ട് ആയിരുന്നു. എന്റെ വീഡിയോന്റെ കണ്ടന്റേ പിന്നെ കുറച്ച് കാലം ഓലായിരുന്നു. അങ്ങനെ നമ്മൾ കോളേജിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കും. കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് ഇങ്ങനെ പോയി തുടങ്ങി. അങ്ങനെ കുറച്ചൊക്കെ പോയി. പിന്നെ എനിക്ക് തോന്നി തുടങ്ങി ക്യാമറന്റെ ക്ലാരിറ്റി പോരാ, ക്യാമറ ക്ലാരിറ്റി അത്രക്കില്ല. അപ്പൊ നല്ലൊരു ഫോണ് വാങ്ങണം. ഞാൻ അപ്പാനോട് ചോദിച്ചായിരുന്നു, ഇപ്പൊ അതിന്റെ ചാനൽ ഗ്രോത്ത് ആവാത്തത് ഈ ക്യാമറ നല്ലതില്ലായിട്ടാണ്, എനിക്ക് നല്ലൊരു ഫോണ് വാങ്ങി തരുവെച്ച്. അപ്പൊ പക്ഷെ ആദ്യം ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ നോക്കി. ഇവിടെ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തെ കൂടുതൽ പ്രശ്നവും കുറെ ഇതും ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നോക്കൊരു ഫോണ്. പക്ഷെ എന്റെ നല്ലവനായ ഉപ്പ എനിക്കത് വാങ്ങി തരാതൊന്നുമില്ല. ശരി, അങ്ങനെ ഒരു കഴിവ് കുട്ടിക്ക് നടത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തിക്കോട്ടെ, ഇനി ഞാനായിട്ട് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി എന്നോട് പറഞ്ഞു ശരി ഒരു ഫോൺ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുകയാണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ആയിട്ട് കോളേജിൽ തന്നെ വർക്ക് ചെയ്യേണ്ടിയിരുന്നു, ലൈബ്രറിയിലും അതുപോലെ തന്നെ അഡ്മിഷൻ ഡെസ്കിലൊക്കെ. അപ്പൊ നമുക്കിങ്ങനെ ഒരു ദിവസത്തിന് ഒരു ചെറിയൊരു എമൗണ്ട് പോലെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് തരും. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഉച്ച കഴിഞ്ഞിട്ട് 4 മണി വരെ ഒരു 2-3 മണിക്കൂർ അപ്പൊ ഒരു എമൗണ്ട് തരും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ട്യൂഷൻ എടുക്കാനും പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടി വെച്ചാൽ ഏകദേശം ഒരു 10,000 ഉറുപ്പിക എനിക്ക് മാസാമാസം ഒരു ചെറിയൊരു പോക്കറ്റ് മണി പോലെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ വിചാരിച്ചു ശരി ഇതൊരു EMI ഇട്ട് ഫോൺ എടുത്താൽ നമുക്ക് എന്തായാലും ഈ ഒരു 10,000 വെച്ച് EMI അടക്കുകയാണെങ്കിൽ ഒരു 6-8 മാസത്തിനുള്ളിൽ EMI കംപ്ലീറ്റ് ചെയ്യുക, ഒരു നല്ല ഫോണും കൂടി എടുക്കാന്ന് വിചാരിച്ച് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോൺ ഉമ്മാക്കും എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം കയ്യിലുണ്ടായിരുന്ന 2,000 കൊടുത്ത് ഫോൺ എടുത്ത് ആദ്യത്തെ മാസത്തെ EMI ഞാൻ സുലഭമായിട്ട് അങ്ങോട്ട് അടച്ചു. പിന്നത്തെ മാസത്തെ EMI എത്തിയപ്പോഴേക്കും എനിക്ക് എന്താ പറയാ ട്യൂഷന്റെ ആ ഒരു വർക്ക് നഷ്ടമായി പോയി. അപ്പൊ എനിക്ക് ആകെ ഇതിന്ന് കിട്ടുന്ന ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം ഒരു 3,000-3,500 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ 2 മാസം ഞാൻ ആ ഒരു 3,500 ഞാൻ കൊടുത്തു. ബാക്കി അതിലോട്ട് തികയാത്ത ക്യാഷ് ഉപ്പ എനിക്ക് തന്നെ. പിന്നെ അവസാനത്തെ 2-3 മാസം ഇപ്പച്ചെന്നെ അടച്ചിട്ടോ. ഇതിന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല എടുക്കാൻ. എനിക്ക് ആ സമയത്ത് വർക്ക് ഉണ്ടായിരുന്നില്ല, ക്ലാസ്സും പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് തിരക്കായി. അങ്ങനെ ആണ് ഞാൻ എന്ത് ചെയ്തത്, ഫോൺ എടുത്തത്. ഇപ്പോഴും ഞാൻ ആ ഫോൺ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു ഏതാണ് ഫോൺ എന്നുള്ളത്. എന്റെ ഫോൺ വന്നിട്ട് Vivo V30 Pro ആണ്. അന്നത്തെ ടൈമിൽ എടുത്തതായിരുന്നു. ആ സമയത്ത് 46,000 ആയിരുന്നു EMI എടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. അല്ലാണ്ട് ഒരു 42,000 കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മൾ പുതിയ ഫോണൊക്കെ വാങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി ഹരായി എനിക്ക്. പുതിയ ഫോണൊക്കെ ആയല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കണ്ടന്റ് എടുക്കാൻ തുടങ്ങി. കാരണം മറ്റേ ഫോൺ ക്ലിയർ ഇല്ലാത്തതും കൂടെ പുറത്തുനിന്നൊന്നും വീഡിയോസ് നമ്മൾ വിചാരിച്ച എല്ലാ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ആ പ്രശ്നമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ചറ പറയുന്ന വീഡിയോസ് എടുക്കാൻ തുടങ്ങി. പിന്നെ കോളേജ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കണ്ടന്റിന് ക്ഷാമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും നൗറയും കൂടി സ്കിറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം മുന്നേ എനിക്ക് ഷൈ ഉള്ളത് കാരണം ഞാൻ സ്കിറ്റിന് ഇറങ്ങൂലായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനത്തെ ഷൈയും കാര്യങ്ങളൊന്നുമില്ല, ഞാനും കൂടി ഇറങ്ങി. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ഏതൊക്കെ ഒരു വീഡിയോ 4 മില്യനൊക്കെ അടിച്ച് കയറി. അങ്ങനെ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സിൽ എത്തി. അങ്ങനെ 10K സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ ഈ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്റെ വീഡിയോസ് ഒന്നും ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു. ഈ ആൾക്കാരെന്നെ അടുത്ത എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇന്നെ കാണുമ്പോൾ എന്നോട് പറയും, ആ ചാനലൊക്കെ കൊള്ളാം, അടിപൊളിയാണ്, 10K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയില്ലേ. ഈ പറഞ്ഞ ആൾക്കാരെന്നെ നേരെ പ്ലേറ്റ് തിരിച്ചിട്ട മാറി അങ്ങോട്ട് മാറി. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു പഠിച്ചോനെ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്. ഞാൻ അന്ന് അങ്ങനെ ബോധർ ചെയ്യലില്ല. ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാൽ സങ്കടാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വലിയ അതെന്നെ മനസ്സിലായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ.
ഞാനതൊന്നും വലിയ കാര്യമാക്കി എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്റെ പഴയ സ്കൂളിൽ ഒരു ദിവസം ഇതേപോലെ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയപ്പം അവിടെയുള്ള കുട്ടികളൊക്കെ എന്റെ വീഡിയോസ് കാണലുണ്ടെന്ന് പറഞ്ഞ് ഓടി വന്നിന്റെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് യൂട്യൂബിന് ഞാൻ വിടണില്ല, ഇത് ഞാൻ ചെയ്യും. കാരണം എന്റെ ഡ്രോയിങ് എന്നുള്ള ഒരു ഇത് ഞാൻ പോലും അറിഞ്ഞതും അത് ഇത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഈ ഒരു യൂട്യൂബ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ, ഞാൻ ഉറപ്പായിട്ടും പറയും. അങ്ങനെ 10K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. ചാനലൊക്കെ അങ്ങനെ മോണിറ്റൈസ് ആയി. അങ്ങനെ നമ്മൾ വീണ്ടും വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി. വലിയ വ്യൂ ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ വ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. അങ്ങനെ പോയപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ശരി നമ്മളെ ചാനലിന് ഇന്നൊരു കണ്ടന്റ് എന്നിട്ടൊരു കണ്ടന്റ് വേണമല്ലോ. അപ്പൊ അതായത് ഇപ്പം ഈ ആളുടെ ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലല്ലോ അയാളൊരു ട്രാവൽ ബ്ലോഗർ ആണ്, അല്ലെങ്കിൽ അയാളൊരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ വ്ളോഗ് എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളൊരു കുക്കിംഗ് വ്ളോഗ് എടുക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്കൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവില്ല ചാനലിന്. ഞാൻ ഇന്ത്യയിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം എന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കുക്കിംഗ് ആക്കാതെ. അങ്ങനെ 2 ദിവസമൊക്കെ ഞാൻ കുക്ക് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി കുക്കിംഗ് ഓക്കെ ആണ്, ഞാൻ കുക്ക് ചെയ്യും, പക്ഷെ എനിക്ക് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാനൊന്നായിട്ട് വലുതായിട്ട് അറിയില്ലല്ലോ. ഈ ഉണ്ടാക്കണ സാമ്പാറും ചോറും തന്നെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം. അങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഈ സ്കിറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കണല്ലോ അത് കുറച്ചും കൂടി അങ്ങോട്ട് സുലഭമാക്കാന്നൊക്കെ വിചാരിച്ച് അതിൽ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ സ്കിറ്റ് നമ്മൾ നല്ലോണം കളിച്ച് അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ റീച്ചൊക്കെ ആയി. കാണുന്നവരൊക്കെ നൗറാനൊക്കെ കാണുമ്പോൾ പറയും അല്ലാ കുൽസുത്താത്തതാ പോണ്, റംലത്താത്തതാ പോണ്. നമ്മളെ സ്കിറ്റിലെ ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ വിളിച്ച് ഓക്കും ഭയങ്കര സന്തോഷം, എനിക്കും ഭയങ്കര സന്തോഷം. നമ്മള് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ അധികം ആക്റ്റീവ് അല്ലാത്ത കുട്ടികളായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ആക്റ്റീവ് ആയ കുട്ടികളാണെന്നുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു സ്കിറ്റിന്റെ പേരിൽ കുറെ ആൾക്കാർ ഇങ്ങനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചാനൽ അങ്ങനെ പിന്നെ മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ചു കാലൊക്കെ അങ്ങനെ പോയി. പിന്നെ നൗറാക്ക് ക്ലാസ്സും കാര്യങ്ങളും ഇതൊക്കെ ആയി വന്നപ്പോൾ എന്തായി, പിന്നെ എനിക്ക് കോളേജ് ഉള്ള സമയമൊക്കെ നമുക്ക് സ്കിറ്റ് എടുക്കുന്നതിന് കുറേ ലിമിറ്റേഷൻസ് വന്നു തുടങ്ങി. എനിക്ക് ടൈമുള്ള പോക്ക് ഉണ്ടാവില്ല, ഓക്കുള്ളപ്പോൾ എനിക്ക് ഉണ്ടാവില്ല, കുറെ വർക്കും കാര്യങ്ങളും. പിന്നെ ഇപ്പൊ നമ്മളല്ലാത്ത വീഡിയോസ് എടുക്കണമല്ലോ, സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കണം, അതിൻ്റെതായ വേഷം വെച്ച് അഭിനയിക്കണം, അത് എഡിറ്റ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്, അതിന് ഒരുപാട് ടൈം ലാഗ് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളെ ചാനലിന്റെ സ്കിറ്റ് എന്തായത് കുറെ ഒക്കെ പോയി തുടങ്ങി. എന്നാലും ഇടക്കൊന്നും ഇറക്കിയിട്ട് ഇപ്പോഴും ഞങ്ങൾ ചെയ്യലുണ്ട്, പക്ഷെ പണ്ട് എപ്പോഴും ചെയ്യുമായിരുന്നു. അങ്ങനെ സ്കിറ്റ് എന്തായത് നമ്മളെ ചാനലിന് വല്ലാണ്ട് കുറഞ്ഞു പോയത്. പിന്നെ എനിക്ക് തോന്നി ശരി പണ്ട് ഞാൻ ചിത്രം വരക്കാറുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് എനിക്ക് ചിത്രം വരച്ചുകൂടാ, ചിത്രം വരച്ചിട്ട് ഇട്ടാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, എന്റെ പഴയ ആ ഒരു ഹോബി പൊടി തട്ടിയെടുത്ത് ചിത്രം വരച്ചു. വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല, സീരിയസ്ലി ഞാൻ പറയാറ്, എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വരച്ച ചിത്രം. പക്ഷെ എനിക്ക് കിട്ടിയ സപ്പോർട്ടാണെങ്കിലോ, ഞാൻ വിചാരിച്ചത് കാണുമ്പോൾ ആൾക്കാർ അയ്യേ ഇതാണോ എന്റെ ഡ്രോയിങ് സ്കിൽ എന്ന് ചോദിക്കുന്നു വിചാരിച്ചു. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ല കമന്റ്സ് ഒന്നും, കുറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സ് വന്നപ്പം എനിക്ക് വീണ്ടും റങ്കായി ഗൈസ്. ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ നമ്മുടെ ചാനലിന്റെ ഒരു സിഗ്നിഫിക്കന്റ് കണ്ടന്റ് ഡ്രോയിങ് ആക്കി എടുക്കാം, അതന്നെ ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓരോ ദിവസവും ഓരോ ഡ്രോയിങ് വീഡിയോ വെച്ചിട്ട് ഇടാനായിട്ട് തുടങ്ങി. അങ്ങനെ ആദ്യമൊന്നും ചെയ്യുമ്പോൾ റെഡി ആയിരുന്നില്ല. പക്ഷേ ഞാൻ ഏകദേശം ഇപ്പൊ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 2-2.5-3 വർഷത്തോളൊക്കെ ആവാനായിട്ടുണ്ടാവാം മേ ബി. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 1-1.5 വർഷമായിട്ട് ഡെയിലി ഞാൻ ഓരോ ചിത്രങ്ങൾ ഞാൻ രാത്രിയിൽ നിന്ന് ഉറങ്ങാണ്ട് കുത്തിരുന്ന് വരച്ചിട്ട് ഓരോ ദിവസം ഓരോ ചിത്രങ്ങൾ ഞാൻ കണ്ടന്റ് ആയിട്ട് ഇടാൻ തുടങ്ങി. സീരിയസ്ലി ഞാൻ പറയട്ടെ, 2-3-4 മാസങ്ങൾക്ക് ശേഷം എന്റെ ഡ്രോയിങ്ങിൽ ഗ്രോത്ത് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. അതോടൊപ്പം തന്നെ നമ്മളെ ചാനലും ഗ്രോത്ത് ആയിട്ട് വരുന്നുണ്ടായിരുന്നു, ഇല്ലാന്നല്ല. പക്ഷെ എന്നാലും എന്റെ ഡ്രോയിങ്ങിലെ ഗ്രോത്ത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി. പഠിച്ചോനെ, ഞാനാണ് ഈ വരക്കണത്, എന്റെ ഡ്രോയിങ് എന്തോരം അപ്ഗ്രേഡ് ആയി വരുന്നുണ്ട്, പ്രാക്ടീസ് കാരണം എനിക്ക് എന്തോരം സെറ്റായി കിട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ആകെ പ്രതീക്ഷിച്ചിരുന്നത് ചാനൽ വളർത്തണം, ആ ഒരൊറ്റ ചിന്ത മാത്രമേ. പക്ഷെ അതിന്റെ കൂടെ എന്റെ സ്കില്ലുകൾ വളർന്നു തുടങ്ങി. ഞാൻ വെറുതെ ഇരിക്കാതെയായി. മറ്റേത് 24 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചടഞ്ഞുകൂടിയിരിക്കണം, ഞാൻ ഭയങ്കര ആക്റ്റീവായി. അതുപോലെ തന്നെ പിന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് പല പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അതോടൊപ്പം എന്റെ പ്രേക്ഷകരെ സപ്പോർട്ട് കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി, ക്യാഷ് കിട്ടി. ആദ്യമായിട്ട് ഉണ്ടാക്കണ ഇൻകം അല്ല, ഞാൻ അല്ലാണ്ട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോളേജിൽ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഇൻകം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ നമ്മളൊരു ചാനലൊക്കെ തുടങ്ങി ഇതിന്ന് ഫസ്റ്റ് ആയിട്ട് ഇൻകം കിട്ടിയ പിന്നെ പൊന്നോ ആ പൈസ അങ്ങനെയും ഞാൻ ഉപ്പച്ചിക്ക് കൊടുത്തപ്പോ എനിക്ക് കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ,
പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. എനിക്ക് അങ്ങനെ യൂട്യൂബ് ഒരു ഏർണിംഗ് മാർഗം കൂടിയായിട്ട് മാറി. എങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ചാല്, പണ്ട് നമ്മളെ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളെ നല്ലത് പറഞ്ഞു തുടങ്ങി. ചില ആളുകൾ കുയിന്ത് കാരണാ തോന്നുന്നുണ്ട്, നമ്മൾ നന്നായതൊന്നും ഇഷ്ടപ്പെടായിട്ടാ തോന്നുന്നുണ്ട്, നമ്മളെ കുറ്റവും കുറവ് അവിടെ ഇവിടെയൊക്കെ പോയി പറയാൻ തുടങ്ങിയ. എനിക്ക് എന്തായാലും നല്ല രീതിക്കുള്ള സപ്പോർട്ട് എനിക്ക് എന്റെ ചാനലിന്റെ എന്റെ സബ്സ്ക്രൈബേഴ്സ് നിന്ന് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ മുഷിയാതിരുന്നാൽ മാത്രം മതി, എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ചുറ്റിനുള്ള എല്ലാവരും കംഫർട്ട് ആക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. പിന്നെ അങ്ങനെ നമ്മുടെ ചാനൽ എന്തായി പതുക്കെ വളർന്ന് ഇപ്പൊ ഏകദേശം 44K സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലായിട്ട് വന്നു. ഈ ഒരു സന്തോഷം എത്രയാന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയും ഇതിന്റെ ബാക്കിൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് ഇത് കൊണ്ടുനടക്കാനായിട്ട്. കാരണം എനിക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ചാനൽ ഉള്ളപ്പോ തന്നെ എന്റെ കൂടെ ഉള്ള എന്റെ വേറൊരു ഫ്രണ്ടിന് ചാനൽ ഉണ്ടായിരുന്നു. അവളെ ചാനൽ എന്ന് പറഞ്ഞാൽ അവളയില് എന്ത് കണ്ടന്റ് ഇരുന്നുണ്ടല്ലേ, എന്തോ കുറച്ച് കണ്ടന്റുകളാണ് അവൾ ഇടുന്നത്. അവൾക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. അതുപോലെ എന്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, ആ കൊച്ചിനൊരു ചാനൽ ഉണ്ടായിരുന്നു. രണ്ടുപേർക്ക് ഏകദേശം ഇവക്കൊരു 3K സബ്സ്ക്രൈബേഴ്സ് വരെ ഇവളതിൽ കടന്ന് മെനക്കെട്ടു. മറ്റേ ആ കൊച്ചിന് 4K സബ്സ്ക്രൈബേഴ്സ് ആവണ വരെ ആ കൊച്ചു കടന്ന് മെനക്കെട്ടു. ഇത് നടക്കില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്, ഇത് സെറ്റായി പോകില്ല എന്ന് കണ്ട് അവരത് പാതി വഴിയിൽ ഇട്ടിട്ട് പോയി. പക്ഷെ ഞാൻ അങ്ങനെ 4Kയും 5K ഒക്കെ എത്തുമ്പോൾ എനിക്ക് ആ ചിന്ത വന്നിരുന്നു, ഇതെന്താവാത്തത്, ഇത്ര മെനക്കെടുന്ന എന്നുള്ളൊരു സാധനം എനിക്ക് വന്നു. പക്ഷെ ഞാൻ ആകെ ഇത്രേ ചിന്തിച്ചോളൂ, 4K ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും ഇടങ്ങാറായി. ആ ഇടങ്ങാറ് പകുതി വരെ വന്നിട്ട് എനിക്ക് ഇട്ടിട്ട് പോകാൻ വയ്യ, എന്തായാലും ഇത്രയും എത്തി, കുറച്ചും കൂടി നോക്കാം. ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാനത് നിർത്താതെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് പോയി. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തായത് ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഇതിൽ നിന്നൊരു വരുമാനമെങ്കിലും എനിക്ക് വാങ്ങാൻ പറ്റിയത്. അതുപോലെ തന്നെ എന്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് കുറേ പേര്, നല്ല സപ്പോർട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഫാമിലിയിൽ ഞാൻ വിചാരിക്കാത്ത കുറെ ആൾക്കാർ എന്തോരം സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് എന്തോരം സന്തോഷം ഉണ്ടെന്ന് അറിയോ. അതേപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, സത്യം പറയാലോ. സാധാരണ ആളുകൾക്ക് സബ്സ്ക്രൈബേഴ്സ് എന്നായിരിക്കും നെഗറ്റീവ് കമന്റ്സ് ഇട്ട്. എനിക്ക് മാസത്തിലൊക്കെ 1-2 നെഗറ്റീവ് കമന്റ്സ് ഞാൻ എന്റെ മെസ്സേജസ് നോക്കുന്ന സമയത്ത് കണ്ടാലായി. അല്ലാണ്ട് എല്ലാം പോസിറ്റീവ് കമന്റ്സാ. എനിക്ക് പിന്നെ നെഗറ്റീവ് ആരെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഇട്ടാവട്ടത്തുള്ളവരൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും എനിക്ക് നെഗറ്റീവ് വളരെ കുറവാണ്. നെഗറ്റീവ് പോലും പോസിറ്റീവായിട്ട് എടുക്കണം എന്നുള്ളതാണ് എന്റെ വീട്ടുകാർ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് വല്ലാണ്ട് അങ്ങോട്ട് ഏൽക്കൂല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്താ പറയാ പഠിക്കാൻ പറ്റി, എനിക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റി. പിന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ കിട്ടി. നിങ്ങളോട് എപ്പോഴും കമന്റ് ഇടുന്ന കുറെ കുട്ടികളുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ അനിയത്തിനെ പോലെ തോന്നും. എന്റെ വീട്ടിലുള്ള ആരോ എന്നോട് സംസാരിക്കണ പോലൊക്കെ എനിക്ക് തോന്നും. അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അൽഹംദുലില്ലാ കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പോണുണ്ട്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവര് ബൈ.